ഹലോ ഗൈസ്. ദേ ഇപ്പോൾ ഞങ്ങളുള്ളത് അബുദാബി ഖാലിദിയിലാണ് കേട്ടോ. ഇന്ന് ഡിസംബർ 2-ാം തീയതിയാണ്. ഇന്നാണ് UAE നാഷണൽ ഡേ ആയിട്ട് ഇവിടെ ആഘോഷിക്കുന്നത്. UAEയിലെ ഏറ്റവും വലിയൊരു ആഘോഷമാണ് ഇത് കേട്ടോ. അങ്ങനെ ഏകദേശം വൈകിട്ട് ഒരു 6 മണിയോട് കൂടി ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി നേരെ ഒരു ടാക്സി എടുത്ത് പോയേക്കുന്നത് അബുദാബിയിലെ കോർണിഷിലേക്കാണ് കേട്ടോ. ഇവിടെ വൈകിട്ട് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്, അതായത് ഫയർ വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന പരിപാടിയിലാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ കയറി അവിടുന്ന് ഒരു ഗ്രിൽഡ് ചിക്കനും കൂടെ മേടിക്കുന്നുണ്ട്. ഇത് നമുക്ക് ആ പാർക്കിൽ പോയിരുന്ന് കഴിച്ച് അവിടുത്തെ പരിപാടിയൊക്കെ കണ്ടിട്ട് തിരിച്ചു വരാം അല്ലേ. നാഷണൽ ഡേ ആയതുകൊണ്ട് ഇവിടുത്തെ എല്ലാ റെസ്റ്റോറൻറ്റുകളും എല്ലാ സ്ഥാപനങ്ങളും ഇതുപോലത്തെ UAEയുടെ ഫ്ലാഗും അലങ്കാരങ്ങളും എല്ലാം നമുക്ക് കാണാൻ പറ്റും. എല്ലായിടത്തും നല്ല തിരക്കാണ്. ഏകദേശം നമ്മുടെ ഓർഡർ നമുക്ക് കിട്ടി. നമുക്കിനി നേരെ കോർണിഷിലേക്ക് നടന്നു പോകാം. നമ്മൾ പോകുന്ന വഴിയാണെന്നുണ്ടെങ്കിൽ എല്ലായിടത്തും ഇഷ്ടംപോലെ ലൈറ്റുകളും പതാകകളും കൊണ്ട് അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇവിടുന്ന് കുറച്ചേ നടക്കാനുള്ളൂ കോർണിഷിലേക്ക് കേട്ടോ. അപ്പോൾ നമ്മൾ നടന്നു പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. ദേ ഈ പോകുന്നവരൊക്കെ ഫുഡൊക്കെ മേടിച്ച് അവിടെ പോയി അടിച്ചു പൊളിക്കാൻ വേണ്ടി പോകുന്ന ആൾക്കാരാണ്. ദേ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ മെയിൻ കലാപരിപാടി. എല്ലാവരുടെയും കയ്യിൽ സ്നോ സ്പ്രേ ഉണ്ട്. അവരുടെ അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നു. അതുപോലെ വഴിയിലുള്ള വണ്ടിക്കെല്ലാം ഇത് അടിച്ചു വിടുന്നുണ്ട്. ഇത് കോർണിഷിൻ്റെ അടുത്തുള്ള ഒരു ഫാമിലി പാർക്കാണ്. ഇവിടെ ഇപ്പം തന്നെ ഫാമിലീസും എല്ലാവരും വന്നിട്ട് അവരുടെ സ്ഥലം പിടിച്ചിട്ടുണ്ട്. ഇവിടെ ഇരുന്നിട്ട് വേണം അവർക്ക് ഫയർ വർക്ക്സ് ഒക്കെ കാണാൻ വേണ്ടി. ഞങ്ങൾ എന്തായാലും നടന്നു പോകുന്നത് കോർണിഷ് ബീച്ചിൻ്റെ സൈഡിലേക്കാണ് കേട്ടോ. അവിടെ നിന്ന് നമുക്ക് കുറച്ച് നന്നായിട്ട് ഫയർ വർക്ക്സ് ഒക്കെ കാണാൻ പറ്റുമേ. അങ്ങനെ ഏകദേശം നടന്ന് പണിപ്പെട്ട് നമ്മൾ കോർണിഷിൻ്റെ ബീച്ചിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഫുൾ തിരക്കാണ്, എല്ലാവരും ചിൽ മോഡിലാണ്. ഇവിടുത്തെ പ്രവാസികൾക്കും സ്വദേശികൾക്കും എല്ലാവർക്കും ഇന്ന് ആഘോഷത്തിൻ്റെ ഒരു രാവാണെന്ന് തന്നെ പറയാം. നമ്മൾ നടന്നു പോകുന്ന വഴിയെല്ലാം ഫുൾ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ടായിരിക്കുന്നത് കേട്ടോ. നല്ല രസമാണ് ഇതിൽ കൂടെ നടക്കാൻ തന്നെ. നമുക്ക് നടന്ന് ചെല്ലേണ്ടത് ഗേറ്റ് നമ്പർ 4-ലാണ്. അവിടെ നിന്ന് നമുക്ക് നന്നായിട്ട് ഫയർ വർക്ക്സ് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ നടന്ന് ഗേറ്റ് നമ്പർ 4-ലെത്തി. അവിടെ എത്തിയപ്പോഴേക്കും അവിടെ ഫുൾ തിരക്കാണ്. അവിടെ ബീച്ചിൻ്റെ സൈഡിൽ മ്യൂസിക് സിസ്റ്റം ഒക്കെ വെച്ച് എല്ലാവരും ഫുൾ ഡാൻസും കാര്യങ്ങളൊക്കെയാണ്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ കേട്ടോ. നമ്മളങ്ങനെ ഇതെല്ലാം കണ്ട് കുറേ നേരം അവിടെ നിന്ന്. കാരണം 9 മണിക്കാണ് ഫയർ വർക്ക്സ് ഒക്കെ തുടങ്ങുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 8 മണി ആയതേ ഉള്ളൂ. പല രാജ്യങ്ങളുള്ള മനുഷ്യന്മാർ ഇതേ ഒരുമിച്ച് ഇന്ന് ആഘോഷിക്കുന്ന കാഴ്ചയെ കാണുന്നത് കേട്ടോ. അപ്പം നമ്മൾ കൊണ്ടുവന്ന ഫുഡ് കഴിച്ചിട്ടിരിക്കാമെന്ന് ഓർത്ത് നമ്മളൊരു സ്ഥലം കണ്ടുപിടിച്ച് അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങുവാണേ. നമ്മളൊരു ഗ്രിൽഡ് ചിക്കനാണ് എടുത്തത്. അപ്പോൾ അത് കഴിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ഏകദേശം 1 മണിക്കൂറടുത്ത് ഞങ്ങൾ നടന്നായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നേ. പെട്ടെന്ന് തന്നെ ഫുഡെല്ലാം കഴിച്ച് നമുക്ക് പോയി സ്ഥലം പിടിക്കണം, എന്തെങ്കിലും നമുക്ക് നന്നായിട്ടിരുന്ന് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചെല്ലാം കഴിഞ്ഞിട്ട് നേരെ ബീച്ചിൻ്റെ സൈഡിലേക്ക് വന്ന് അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വന്ന് സ്ഥലം പിടിച്ചിട്ടുണ്ട്. കാരണം ഏറ്റവും ഫ്രണ്ടിൽ വന്ന് നിന്നാലും ശരിക്കും കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ 9 മണിയാകാറായി. എല്ലാവരും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് പരിപാടി തുടങ്ങുന്നത് കാണാൻ വേണ്ടി. എല്ലാവരും ഫോണെല്ലാം ഓണാക്കി വീഡിയോ എല്ലാം ഓണാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ കാത്തിരുന്ന് കറക്റ്റ് 9 മണിയായപ്പോഴേക്കും പരിപാടി തുടങ്ങി കേട്ടോ. ഒരു രക്ഷയില്ലാത്ത പരിപാടിയായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ച് നേരം നിങ്ങളും കൂടെ ഇത് കണ്ടുകൊണ്ടിരിക്കേ.
അങ്ങനെ നമ്മുടെ പരിപാടിയെല്ലാം അവസാനിച്ചിരിക്കുകയാണ്. നമ്മൾ തിരിച്ചു പോവാണ്. ഇനി തിരിച്ചു പോകുന്ന കാര്യമാണ് ടാസ്ക്. ഫുൾ തിരക്കാണ്. നടക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അതിൻ്റെ ഇടയ്ക്കാണ് ഇവർ സ്പ്രേ അടിച്ച് ഇതെല്ലാം ചീറ്റിച്ചുകൊണ്ട് വരുന്നത്. നമ്മൾ നടക്കുന്ന വഴി ഫുള്ള് സ്നോ സ്പ്രേയുടെ ബോട്ടിൽസാണ് കിടക്കുന്നത് കേട്ടോ. പക്ഷേ ഇതെല്ലാവരും എൻജോയ് ചെയ്താണ് നടക്കുന്നത്. അതാണ് വേറെ കാര്യം. അപ്പം നമ്മുടെ UAE നാഷണൽ ഡേ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.